എടാ കിച്ചു, നീ ഒന്ന് പറയുന്ന കേക്ക്. എടാ അമ്മയ്ക്കൊക്കെ എന്തേലും സങ്കടം ഉണ്ടടാ. പിന്നെ പറഞ്ഞ തലയിലോട്ട് കയറാത്തെ. ഒരു മിനിറ്റ് നിക്ക്. കിച്ചു ആണ്. അവനോട് എത്ര പറഞ്ഞിട്ട് അവന് കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇത് ഏട്ടനറിയാലോ, നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് എത്ര സന്തോഷത്തോടെ ജീവിക്കണേ. ഏട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എടാ ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം കേട്ടോ, ചേട്ടന് കൊടുക്കാം. എടാ കിച്ചു, നിനക്ക് എന്താടാ കല്യാണം കഴിക്കാൻ ഇത്ര മടി? എടാ ഒരു ചേട്ടനും നടന്നില്ല ഞാൻ പറയാട്ടാ. എടാ കല്യാണം എന്ന് പറഞ്ഞാണ്ടല്ല, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. അതുകൊണ്ടല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതാണെന്നും പറഞ്ഞത്. എടാ നിന്റെ മുന്നിൽ 2 ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്, അല്ലെങ്കിൽ ലവ് മാരേജ്. രണ്ടിന്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. എടാ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വീട്ടുകാർ നിന്നെ പിടിച്ച് കൊല്ലുന്നു, കൊലപാതകം. ഇനി ലവ് മാരേജ് ആണെങ്കിൽ നീ സ്വയം ആത്മഹത്യ ചെയ്യുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സുഖമരണമാ. ഏത്? ലിവിങ് ടുഗദർ. കേട്ടല്ല? അപ്പൊ നീ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒന്ന് തീരുമാനം എടുക്ക്. എടാ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ലൈഫും തമ്മിൽ നീ ഒന്ന് ബന്ധപ്പെടുത്തലേട്ടാ. എൻ്റെ പൊന്നു മോനെ. നീ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ഞാൻ ചേച്ചിയുടെ അതിൽ ഫോൺ കൊടുക്കാം. ഹലോ കിച്ചു, ഞാൻ ഇപ്പൊ വിളിക്കാട്ടോടാ. ഒരു 5 മിനിറ്റ്. താൻ എന്നോട് വിളിച്ച് പറഞ്ഞത് തന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? എടി നീ തെറ്റിദ്ധരിക്കല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ പോലത്തെ നല്ല സ്വഭാവവും നല്ല സ്നേഹമുള്ള ഒരു പെൺകൊച്ചിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി. അവനത് കിട്ടണമെന്ന് എന്തോറപ്പ്? നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്തോരം നെഗറ്റീവ് സ്വഭാവമുള്ള പെൺപിള്ളേരെ ഭാര്യമാരെ കാണുന്നതാ. അവനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ്. ഇപ്പൊ മനസ്സിലായ? എനിക്ക് അവനോട് സ്നേഹമുള്ളതുകൊണ്ടാ. അത് തന്നെ. ചായ എടുക്ക്. ഇത്തിരി മധുരം കൂട്ടിയാരേ. ഓക്കെ. ഒരുത്തനെ ഒന്ന് പോലെ വിളിക്കാറായി. അപ്പോഴാണ് ഇനി അളിയനെയും കൂടി കൊണ്ടുപോയി.